ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 3-4 ദിവസത്തിന് ശേഷം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. 2 ദിവസമായിട്ട് നമ്മളിവിടെ ഇല്ലായിരുന്നു, അവിടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തായിരുന്നു കേട്ടോ. എനിക്ക് നല്ല പനിയും പിന്നെ ചെറിയ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ചെവിക്ക് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത്യാവശ്യം നന്നായിട്ട് പനിയൊക്കെ ഒന്ന് കുറഞ്ഞായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പണികളൊക്കെ ഒറ്റയിരിപ്പിനങ്ങ് ചെയ്ത് തീർത്തില്ല. അതും പോരാത്തതിന് നമ്മുടെ വീടിൻ്റെ പുറകിലത്തെ റബ്ബർ തോട്ടത്തിൽ കുറച്ച് തടിയൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം തടിപ്പണിക്കാർ വന്ന് അതിനകത്ത് കാതിലുള്ള തടിയൊക്കെ അവർ കൊണ്ടുപോയിട്ട് കുറച്ച് മുട്ടിയൊക്കെ അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഓർത്ത് അത് വലിച്ചു പോകുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ മുറ്റത്ത് എത്തിക്കാണെങ്കിൽ നമുക്കത് വെട്ടിപ്പൊട്ടിച്ച് വിറകായിട്ട് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഓർത്തുകൊണ്ട് ഞാനും അപ്പുറത്തെ വീട്ടിലെ കൊച്ചുകൂടെ കുറേ മുട്ടി ആ മണ്ടയെന്നും ഒക്കെ കൂടെ വലിച്ച് ചുമന്നൊരു തരത്തി നമ്മൾ വീടെത്തിച്ചു കേട്ടോ. അതവിടെ കിടന്നു പോയാൽ ആരെങ്കിലും പറക്കിക്കൊണ്ട് പോയാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല. അത് തന്നെയല്ല 2 ദിവസം കൂടി മഴയെങ്ങാനും പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചാൽ പിന്നെ അത് പൊക്കിക്കൊണ്ട് വരാൻ ഭയങ്കര പാടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അപ്പുറത്തെ വീട്ടിലെ കൊച്ചുകൂടെ അത് ഒരു തരത്തിൽ ചുമന്ന് കയറ്റിയത്. പിന്നെ കൊണ്ട് നമ്മുടെ ആ ചാർത്തിൻ്റെ അവിടെ ഇങ്ങനെ അടുക്കി എല്ലാം വെച്ച് കേട്ടോ. ഞാൻ ആദ്യം ഏട്ടനെ കൊണ്ട് എടുപ്പിക്കാമെന്നാണ് ഓർത്ത്. പിന്നെ രാത്രിയിൽ അബി ഇങ്ങനെ ഏട്ടയുടെ കയ്യിലാണ് കിടക്കുന്നത്. അങ്ങനെ കിടന്ന് ആൾക്കിപ്പോൾ കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയി എല്ലാം ചുമന്നുകൊണ്ട് വന്നതാണ്. അതെനിക്ക് നല്ല ബുദ്ധിമുട്ടായി തീർന്നു കേട്ടോ. പിന്നെ മരുന്നൊക്കെ വാങ്ങിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ കുറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ചു നന്നായിട്ട് ഹെൽത്ത് ഓക്കെ ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അവിടെയായിരുന്നു, ഫുൾ ടൈം ഉറക്കമായിരുന്നു കേട്ടോ. ഭയങ്കര ഉറക്കക്ഷീണം. രാവിലെ ഒരു 8 മണിക്ക് എണീറ്റിട്ട് ഒരു 8:30 ആകുമ്പോഴത്തേക്കിനും വീണ്ടും ഉറങ്ങാനുള്ള ടെൻഡൻസി ആയിരുന്നു കേട്ടോ. എന്തായാലും ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് 2 ദിവസമൊക്കെ റെസ്റ്റ് കിട്ടി. പിള്ളേരുടെ കാര്യത്തിലൊന്നും അറിയണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്ന് തിരിച്ചങ്ങോട്ട് പോകും. അപ്പോൾ രാവിലെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ കഴുകിയിട്ടു. ഇനിയിപ്പം കുഞ്ഞാപ്പിയുടെ മുടി വെട്ടിക്കാനായിട്ട് പോവാണ് കേട്ടോ. കുഞ്ഞാപ്പിക്കും ജലദോഷവും കാര്യങ്ങളൊക്കെ ആണ്. അപ്പം അതുകൊണ്ട് മുടിയൊക്കെ ഒന്ന് വെട്ടിക്കാമെന്ന് വിചാരിച്ച്. അത് തന്നെയല്ല, അവൻ്റെ മുടി അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഉണ്ടായി വന്നിരിക്കുന്നത്. ചില സ്ഥലത്ത് മുടി കുറവ്, ചില സ്ഥലത്ത് നന്നായിട്ട് മുടിയുണ്ട് കേട്ടോ. അപ്പം അബിയുടെ അങ്ങനെ ആയിരുന്നു. അപ്പം വിട്ടേ പിന്നെയാണ് അബിയുടെയും കട്ടിക്ക് മുടിയൊക്കെ വരാൻ തുടങ്ങിയത് കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ചേട്ടനുണ്ട് കേട്ടോ, മുരുകൻ എന്ന് പറഞ്ഞ പേരുള്ളത്. അപ്പം ആ ചേട്ടൻ വെട്ടിയ പിന്നെയാണ് അബിക്ക് മുടി നന്നായിട്ട് കെട്ടിക്ക് വരാൻ തുടങ്ങി. അതുവരെ പപ്പുമുടിയായിരുന്നു കേട്ടോ, ഒരുമാതിരി പൂട പോലത്തെ മുടിയായിരുന്നു. അപ്പോൾ കുഞ്ഞാപ്പീനെ അവിടെ തന്നെ കൊണ്ട് വെട്ടിക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ചേട്ടന് 2-3 കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് തീരുന്നവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തു കേട്ടോ. അവിടെ കടയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു കുഞ്ഞ് അക്വേറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന്. അപ്പോഴത്തേക്കിനും ആ ചേട്ടൻ വേഗം മുടിയൊക്കെ വെട്ടി പിന്നെ കുഞ്ഞാപ്പീനെ കയറ്റി മുടിയൊക്കെ വെട്ടിച്ച് കുറച്ച് സമയം എടുത്ത് കേട്ടോ. ആൾ ഒന്ന് പിരിപിരുത്തായിരുന്നു കുറേ നേരം. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അക്വേറിയം കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ ചേട്ടൻ പിടിച്ചിരുത്തി അത് ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ആ മുടിയൊക്കെ വെട്ടി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അബീനെ കൂട്ടാതെയാണ് പോകുന്നത്. അബീനെ വിളിച്ചാണ് വരുന്നുണ്ടോയെന്ന്. അപ്പോൾ അബിക്ക് വരാൻ താല്പര്യമില്ല. അവിടെ വല്യമ്മച്ചിയുടെയും വല്യപ്പൻ്റെയൊക്കെ അടുത്തിരിപ്പാണ് കേട്ടോ. അപ്പം മുടിയൊക്കെ വെട്ടിയിട്ട് ഇനി വീട്ടിൽ പോയി അവനെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ അങ്ങോട്ട് പോകും. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്കൊരു പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ പാറ്റേണിലൊന്നുമല്ല. നമ്മൾ സമയം ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ മൊത്തത്തിൽ ഓവറോൾ ഒരു ദിവസം എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അങ്ങനെ ആ മുടിയൊക്കെ വെട്ടി ആളെ മെൻ്റെയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2-3 ട്രിപ്പ് കൂടി ഇതുപോലെ പറ്റ വെട്ടി വിടാമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ മുടിയൊക്കെ വെട്ടി നമ്മൾ മിടുക്കത്തിയാക്കി നമ്മളൊരു UKG LKG ഒക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞാപ്പിയുടെ മുടി വളർത്താമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം മുടിയൊക്കെ വെട്ടിയപ്പോഴത്തേക്കിനും ഒരു ചെറുക്കൻ കൊച്ചിനെ പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടിപ്പുറത്തൊരു കടയിൽ കയറിയായിരുന്നു. അപ്പോൾ ആ ചേട്ടനും അവിടുത്തെ ചോദിച്ചു ചെറുക്കൻ കൊച്ചാണോ എന്ന്. കമ്മൽ കണ്ടാൽ പെട്ടെന്ന് അങ്ങനെ നോട്ട് ചെയ്യത്തില്ല കമ്മൽ കേട്ടോ, തീരെ പൊടിയല്ലേ. അങ്ങനെ പിന്നെ നേരെ തിരിച്ച് വീട്ടിൽ പോയി അവിടെ നിന്ന് അബീനെയും കൂട്ടി. ഡ്രസ്സ് കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. വൈകിട്ട് ഒന്നുകൂടെ തിരിച്ച് വരണം. അമ്മ അരിയൊക്കെ മേടിച്ച് വെച്ചേക്കാന്ന് പറഞ്ഞു. അപ്പോൾ അത് വൈകിട്ട് വന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ടിപ്പൂനുള്ള അരി ഒക്കെ നമ്മൾ ഇവിടുന്ന് മേടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയാണ് അവന് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുക്കാൻ വൈകിട്ട് വന്നാൽ മതി. അപ്പോൾ രാവിലെ അമ്മ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ പോയി ഇനി അടിക്കാനും തുടയ്ക്കാനൊക്കെ ഉണ്ട്. കുറച്ച് ദിവസം ആയല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ നാളെ മുതൽ കുഞ്ഞാപ്പി സ്കൂളിൽ പോവും. അപ്പോൾ കുഞ്ഞാപ്പിക്ക് ഉടുപ്പ് വാങ്ങണം, ബാഗ് വാങ്ങണം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ, ചോറ്റുപാത്രമൊക്കെ. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഇനി വൈകിട്ട് ഒന്നുകൂടെ വരണം കേട്ടോ. ഇത്തവണ സ്കൂൾ തുറക്കലിൻ്റെ യാതൊരു വിധ ടെൻഷനും അറിഞ്ഞില്ല. കാര്യം 1.5 മാസമൊക്കെ പണിയില്ലാതെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കേണ്ട വന്നാലും
ചില മനുഷ്യരുടെ രൂപത്തിലാണ് ദൈവം നമ്മളെ സഹായിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സഹായം നമുക്കും കിട്ടിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ തൽക്കാലത്തേന്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും മഴയൊക്കെ കിടന്ന് തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു. നമ്മൾ പോകാൻ നേരത്ത് വിരിച്ചിട്ടാണ്, 2 ദിവസമായിട്ട് മഴയൊന്നും ഇല്ലായിരുന്നല്ലോ. അങ്ങനെ വന്ന് കയറി ആകെ പൊടിയൊക്കെ പിടിച്ച് കിടക്കായിരുന്നു റൂം. അത് മൊത്തം ഒന്ന് അടിച്ചു, പിന്നെ ഒന്ന് തുടച്ച്, അതിന് ശേഷം കുറച്ച് പാത്രമൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ചിട്ട് പോയതാണ്, എന്നാലും പൊടിയൊക്കെ വീണിട്ടൊക്കെ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചു. അതിനുശേഷം ഒരു കുടം വെള്ളം എടുക്കാനായിട്ട് ഏട്ടനെ പറഞ്ഞു വിട്ടപ്പോഴത്തേക്കിനും അവിടെ നിന്ന് മേടിച്ചേച്ച് ചക്കപ്പഴമൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊണ്ടു നോക്കിയപ്പോഴത്തേക്കിനും നല്ല പുളിന്തൂണ്ടിയായിരുന്നു. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പഴുത്തളിഞ്ഞങ്ങ് പോകുമല്ലോ, കയ്യോടെ വെട്ടിയേക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ട് വീട്ടിൽ പോകുമ്പോഴത്തേക്കിനും കുറച്ച് ചക്കപ്പഴം കൂടെ കൊണ്ട് കൊടുക്കാമല്ലോ. ചക്ക എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പ്രാന്താണെന്ന് വേണേൽ പറയാം. ചക്ക സീസൺ ആയിട്ടാണെങ്കിൽ ഇവിടെ ചക്കയും ചക്കക്കുരുവിൻ്റെ ആറാട്ടാണ്. ഇത്തവണ കിട്ടിയ ചക്കപ്പഴം നല്ല വരിക്കയായിരുന്നു കേട്ടോ, നല്ല കിറുകിറാന്ന് കടിക്കുമ്പോൾ നല്ല ഒടിഞ്ഞൊടിഞ്ഞ് വരുന്ന പോലെ കറക്റ്റ് പാകത്തിനുള്ളതായിരുന്നു. അത് അപ്പം തന്നെ വെട്ടിയിരിഞ്ഞു. ഇരിയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറേ അങ്ങ് അകത്താക്കി കേട്ടോ. ഇരുന്ന് കുഞ്ഞാപ്പി എൻ്റെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു. അബി ഏട്ടയും കൂടെ കടയ്ക്ക് പോയതാണ് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചക്കയെല്ലാം ഇരിഞ്ഞെടുത്തു. അതൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കി മാറ്റി, പിന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ കുറച്ച് എടുത്ത് വെച്ചു. അതിനുശേഷം വന്നിട്ട് മേശയൊക്കെ ഒന്ന് തുടച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. ചക്ക ഞാൻ ആദ്യം പുറത്ത് വെച്ച് വെട്ടാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ ചക്ക പഴവും കൂടെ ആയതുകൊണ്ട് വെട്ടിയിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും പൊടിയൊക്കെ പറ്റിയാലോ എന്ന് ഓർത്ത് അകത്ത് വെച്ച് വെട്ടിയത് കേട്ടോ. പിന്നെ ഇരുന്ന് കുറേ ചക്കപ്പഴമൊക്കെ അകത്താക്കി. അതിനുശേഷം വന്നിട്ട് ഇനി വൈകിട്ടത്തേന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വലിയ കറികളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പം എന്തെങ്കിലും ചെറുകിട സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇഞ്ചി ചമ്മന്തി അരയ്ക്കാം, പിന്നെ വറ്റൽമുളക് ഇരിപ്പുണ്ട്, വറ്റൽമുളകും കൊച്ചുള്ളിയും കൂടെ ചുട്ടിട്ട് മുളകും അരയ്ക്കാം, പിന്നെ കുറച്ച് പയർ ഇരിപ്പുണ്ട്, അത് പുഴുങ്ങിയിട്ട് കഞ്ഞിയും വെച്ചിട്ട് വൈകിട്ട് കഞ്ഞിയാക്കി കഴിക്കാം. പിന്നെ ഏട്ടായോട് പപ്പടം വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ മതി, വൈകിട്ട് കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇഞ്ചി വെച്ച് ചമ്മന്തി അരച്ചു. പിന്നെ നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. കനലിൽ ചുട്ടെടുക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇപ്പോൾ കനലുണ്ടാക്കാൻ ഊതാനൊന്നും വയ്യ കേട്ടോ. ഊതുമ്പോഴത്തേക്കിനും എനിക്ക് തലയുടെ 2 സൈഡും ഇരുന്ന് വിങ്ങുന്ന പോലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തു. പിന്നെ കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുത്തു. പിന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മുളകും അരച്ചു. പിന്നെ കുക്കറിൽ വെച്ചിട്ട് 2-3 വിസിലും അടുപ്പിച്ച് നമ്മുടെ ചെറുപയറും വേവിച്ച് ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല, കാരണം വൈകിട്ട് ചോറാക്കിയിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കോരി ഇട്ടിട്ട് കഞ്ഞി ആക്കിയിട്ട് പപ്പടം കാച്ചി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊന്നും ഞാൻ വേറെ കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല. ചോറ് പിന്നെ ഞാൻ ഇപ്പോൾ വെക്കുന്നില്ല കേട്ടോ, കാരണം വൈകിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കുക്കറിൽ വെച്ചാൽ മതിയല്ലോ, കഞ്ഞിയായിട്ട് കുടിക്കാനല്ലേ, നമ്മൾ വാർക്കുന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചൂടോടെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് തുണിയുള്ളതൊക്കെ വിരിച്ചിടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 ദിവസം കൂടി ഇന്ന് വീണ്ടും മഴ പെയ്തു കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ പെയ്ത മഴ നല്ല തകർപ്പൻ മഴയായിരുന്നു. പിന്നെ ഞാൻ തുണിയൊക്കെ വന്നിട്ട് കഴുകി നമ്മുടെ ചാർത്തിലോട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വെയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്പം വെളിയിലോട്ടിട്ടാൽ നാളെ രാവിലത്തേനും ഉണങ്ങി കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്താണ്. അപ്പോഴത്തേക്കിനും മഴ വന്ന് വീണു. ഇപ്പോഴത്തെ കാലാവസ്ഥ ഒന്നും പറയാൻ പറ്റത്തില്ല. ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഇപ്പം നന്നായിട്ട് മഴ പെയ്യുന്നു, പക്ഷെ പെയ്യല കേട്ടോ. ചില സമയത്ത് നമ്മൾ ഓർക്കും നന്നായിട്ട് വെയിൽ തെളിയുന്നു, പക്ഷെ തെളിയത്തുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ തുണിയൊക്കെ വിരിച്ചിട്ട് എപ്പോഴത്തേക്കിനും നമ്മുടെ മഴ ചെറുതായിട്ട് തോർന്നു കേട്ടോ. ഞാൻ പിന്നെ നമ്മുടെ ചീനിയുടെയും കരിയാപ്പിൻ്റെയും മാവിൻ്റെയൊക്കെ ചോട്ടിക്കൂടെ ഒന്ന് പോയി. ഇത് ഞാൻ അങ്ങോട്ട് പോകുന്നതിൻ്റെ തലേദിവസം നട്ട് വെച്ചതാണ്. കുറച്ച് മുട്ടത്തോടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീനിയൊക്കെ നന്നായിട്ട് തളിർത്ത് വന്നിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കായ്ച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ചോട്ടിക്കൂടെയൊക്കെ ഒന്ന് കുറച്ച് നേരം റോന്ത് കിട്ടിയിട്ട് വന്നിട്ട് മിറ്റടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അടുത്ത മഴയ്ക്കിപ്പുറം മഴ പെയ്തുകൊണ്ട് കുറേ ചപ്പ് വന്ന് വീണിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം മുറ്റം ഒന്ന് അടിച്ച് വൃത്തിയാക്കട്ടെ.
അടിച്ച് വാരിയതിന് ശേഷം വന്നിട്ട് പിന്നെ കുറേ നേരം ചുമ്മാ ഇരുന്നു കേട്ടോ. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഇനിയിപ്പം വൈകിട്ട് കഞ്ഞിയാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ചോറ്റുപാത്രമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകണമെന്ന്. നേരെ പേട്ടയിലോട്ടാണ് കേട്ടോ വെച്ച് പിടിച്ചത്. മഴ തോർന്ന് വന്നപ്പോഴത്തേക്കിനും വേഗം സ്പീഡിൽ പോയിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് ഒരുമാതിരി സ്പൈഡർമാൻ്റെ ഉടുപ്പ് പോലത്തെ ഉടുപ്പൊക്കെയാണ് കേട്ടോ ഇടിപ്പിച്ചേക്കുന്നത്. കുഞ്ഞാപ്പിക്കാണെങ്കിൽ അതിന് ഉടുപ്പിന് തൊപ്പിയുണ്ട്. അബിഡേന് പിന്നെ തൊപ്പിയില്ല കേട്ടോ, വേറൊരു വെള്ളത്തൊപ്പി ഉണ്ടായിരുന്നതാണ്. ഞാൻ തപ്പി നോക്കിയിട്ട് കണ്ടുമില്ല, കാറ്റടിക്കാതെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടേ. അങ്ങനെ നമ്മുടെ ഇവിടെ നിന്ന് ഏകദേശം 10 മിനിറ്റ് ദൂരമുള്ള പേട്ടയ്ക്ക്. അങ്ങനെ പേട്ടയിലെത്തി. അവിടെ വഴി സൈഡിൽ കണ്ട് ഏതോ ഒരു കടയിൽ കയറി കേട്ടോ. കടയുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അങ്ങനെ കയറി അവിടെ നിന്നൊരു ചോറ്റുപാത്രം എടുത്തു. വലിയ വലിപ്പമുള്ള ചോറ്റുപാത്രം അല്ല കേട്ടോ എടുത്തത്, കുഞ്ഞു ചോറ്റുപാത്രമാണ് എടുത്തത്. കുഞ്ഞാപ്പിക്ക് ഉള്ളത് മാത്രം വാങ്ങിച്ചാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പിക്ക് പറ്റുന്ന ബാഗിലൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ചോറ്റുപാത്രം. പിന്നെ വലിയ ചോറ്റുപാത്രം എടുത്താലും അത് തിക്കി നിറച്ച് കൊടുത്താലും കഴിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ അവനെ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരെണ്ണം അവനെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിച്ചെടുത്തു. പിന്നെ അതിന് പറ്റിയ ഒരു കുഞ്ഞ് കറി പ്ലേറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. വാട്ടർ ബോട്ടിൽ പിന്നെ വാങ്ങണ്ടെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, വാട്ടർ ബോട്ടിൽ എത്ര വാങ്ങിച്ചാലും ഇവർക്ക് വാഴത്തില്ല കേട്ടോ. അബിയാണെങ്കിൽ ആദ്യം LKG പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും 2, 3, 4 വാട്ടർ ബോട്ടിൽ വാങ്ങും. ഒന്നല്ലെങ്കിൽ മാറി എടുത്തിട്ട് പോകും, അതല്ലെങ്കിൽ സ്കൂളിൽ മറന്നു വെക്കും. അതും അല്ലെങ്കിൽ അതിൻ്റെ നിപ്പിളൊക്കെ പെട്ടെന്ന് ഒടിച്ച് മൊത്തത്തിൽ നശിപ്പിച്ച് കുളമാക്കൂട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ കുപ്പിയിൽ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഈ ചോറ്റുപാത്രമാണ് എടുത്തത്. ഇതിന് വലിയ വിലയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, 180 രൂപ. പിന്നെ ഒരു കുഞ്ഞ് കറി പ്ലേറ്റ് കൂടെ എടുത്തു. നല്ല രസമാണ് കേട്ടോ, കുഞ്ഞു പാത്രങ്ങൾ. എനിക്ക് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞ് കറി ഒക്കെ ഇങ്ങനെ ഒഴിച്ചു കൂട്ടാനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന തൂക്കുപാത്രമൊക്കെ ഉണ്ടായിരുന്നു. കാശുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം കുറേ വാങ്ങായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കണ്ടതിൽ ഒരു ക്യൂട്ടായിട്ട് തോന്നിയ ഒരു കുഞ്ഞ് കറി പ്ലേറ്റ് എടുത്തു. അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങി. പിന്നെ നേരെ നമ്മൾ പോകുന്ന ഹരിത്ര പള്ളിയിലോട്ടാണ് കേട്ടോ, ഗീവർഗീസ് പുണ്യാളൻ്റെ പള്ളിയിലേക്ക്. ഇവിടെ നമുക്ക് ജാതി മതമൊന്നുമില്ല, ഏത് വിഭാഗത്തിലും ആർക്കും വന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ മിക്കപ്പോഴും തന്നെ ഇവിടെ വരുന്നതാണ്. ഇപ്പോൾ കുറച്ചായിട്ടുണ്ടായിരുന്നു വന്നിട്ട്. ജ്യോതിരി കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പള്ളിയിൽ വന്നു, പ്രാർത്ഥിച്ചു. നല്ല അച്ചിട്ടായിട്ടുള്ള പള്ളിയാണ്. പിന്നെ ഇവിടെ എല്ലാ വിഭാഗത്തിലുള്ള മനുഷ്യരും വരുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ അമ്പലത്തിലൊക്കെ വരുന്ന അതേ ഇതിലാണ് കേട്ടോ വരുന്ന, നോയമ്പൊക്കെ നോക്കിയിട്ട്. നമ്മുടെ സ്ത്രീകളുടേതായ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തൊന്നും നമ്മളിവിടെ വരാറൊന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. മിക്കപ്പോഴും ഹിന്ദുക്കൾ വരുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അമ്പലത്തിൽ പോകുന്ന അതേ ഇതിലാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഇതാ വന്നു, പ്രാർത്ഥിച്ചു, തിരിയൊക്കെ കത്തിച്ച് നമ്മളിനി നേരെ പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കുഞ്ഞാപ്പിക്ക് 1-2 ഉടുപ്പൂടെ എടുക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഉടുപ്പ് മേടിച്ചുകൊണ്ട് അങ്ങ് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അവിടെ നിന്ന് പോരുന്ന വഴിക്കൊരു കടയുണ്ട്, ഒരു കുഞ്ഞു കടയാണ്. പക്ഷേ അവിടെ നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള വില കുറഞ്ഞ ഉടുപ്പുണ്ട് കേട്ടോ. അതാകുമ്പം നമ്മുടെയൊക്കെ ബഡ്ജറ്റിന് ഒതുങ്ങുകയും ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പേട്ടയിൽ നിന്ന് മേടിക്കാതെ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ട്. വന്നപ്പോഴത്തേക്കിനും അമ്മ അമ്പലത്തിൽ പോയതായിരുന്നു, അച്ഛൻ മാത്രം അവിടെ ഉള്ളായിരുന്നു. അരിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വന്ന് പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അമ്മ പോയി കാപ്പിക്കൊക്കെ മേടിച്ചു വന്നു. പിന്നെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെയും കുറേ നേരം ഇങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും അടുത്ത മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മഴ തോർന്നിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അങ്ങനെ വർദ്ധനയൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി പോകുന്ന വഴിക്ക് ഉടുപ്പൂടെ വാങ്ങിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് ശക്തമായ മഴ പെയ്തപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് കയറി നിന്നു. മഴ തോർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2-3 കുഞ്ഞു ഉടുപ്പൂടെ വാങ്ങിച്ചു. പിന്നെ അവിടുന്ന് കുറച്ച് ഹെയർ ബാൻഡും ക്ലിപ്പും ഒക്കെ കണ്ടപ്പോൾ അത് വാങ്ങണമായിരുന്നു, അതും വാങ്ങിച്ചു. പിന്നെ നമ്മൾ അടുത്ത മഴയ്ക്കിപ്പുറം വിട്ടടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. സ്കൂൾ ബാഗൊക്കെ ഇന്നലെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ ഈ കൂടത്തിൽ ഉൾപ്പെടുത്തിയേക്കാം. ഒരാൾക്കായിട്ട് വാങ്ങുമ്പോൾ വിഷമമാകുമല്ലോ എന്ന് വിചാരിച്ച് 2 പേർക്കും സ്കൂൾ ബാഗും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.